എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞണ്ട് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് കടായി അടുപ്പത്തേക്ക് വെക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 10-15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞതുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊഴിച്ചു കൊടുക്കാം. കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഫൈനലി നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.